കോട്ടയത്തേക്കൊന്ന് പോവുകയാണെങ്കിൽ നമുക്കറിയാം കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലകളിലാണ് ഇപ്പോൾ ഒരു പ്രശ്നം. വെള്ളക്കെട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഇല്ലിക്കൽ പ്രദേശത്ത് വെള്ളം കയറിയതോടെ അവിടുത്തെ നാട്ടുകാരൊക്കെ പ്രതിസന്ധിയിലാണ്. രാത്രി കനത്ത മഴ ഇല്ലായിരുന്നു. അത് തന്നെയാണ് ജില്ലയിൽ ഏറ്റവും വലിയ ആശ്വാസം പകരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം പാലയിലേക്ക് അവസ്ഥ നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇന്നലെ രാത്രി കൂടി മഴയുണ്ടായിരുന്നെങ്കിൽ വീണ്ടും പാലയിലേക്ക് തന്നെ വെള്ളം എത്തുന്ന ഒരു അവസ്ഥയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് പടിഞ്ഞാറൻ മേഖലയിലെ വെള്ളക്കെട്ടാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ഇല്ലിക്കൽ കവലയിലാണ്. സാധാരണഗതിയിൽ മഴ പെയ്യുന്ന സമയത്തൊക്കെ തന്നെ ഒരു ചെറിയ മഴയോ അല്ലെങ്കിൽ ഒരു ശക്തമായ രീതിയിൽ ഒരു ദിവസമൊക്കെ തന്നെ നിൽക്കുന്ന മഴയൊക്കെ തന്നെ, അതായത് കിഴക്കൻ മേഖലയിൽ ഒരു മഴ ശക്തമായി പെയ്യുന്ന സമയത്ത് 2 ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായും ആ വെള്ളം എത്തുന്നത് ഈ പടിഞ്ഞാറൻ മേഖലകളിലൊക്കെയാണ്. അങ്ങനെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന മേഖലകളാണ് ഈ പറയുന്ന തിരുവാർപ്പ്, നമ്മളിപ്പോൾ നിൽക്കുന്ന ഇല്ലിക്കൽ, കുമരകം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. അവരെയൊക്കെ തന്നെ സ്വാഭാവികമായും ഇത് ബാധിച്ചിട്ടുണ്ട്. ഈ വെള്ളക്കെട്ട് അതിരൂക്ഷമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. വെള്ളം കൂടുതൽ ഇന്നലെ വൈകിട്ടാണ് കയറിയിരിക്കുന്ന കണ്ടമാനമായിട്ട്. തിരുവാർപ്പ്, കുമരം, ചങ്ങളം ഈ ഭാഗങ്ങളിലെല്ലാം ഭയങ്കര മഴയാണ്. പശു ആടെ ഇതിനൊന്നും വെളിയിലോട്ടിറക്കി കെട്ടാൻ പോലും പറ്റുകയില്ല. 10-15 കൊല്ലമായിട്ട് ഇങ്ങനെ കിടക്കുന്ന സ്ഥലമാണ്. ആര് ഭരിക്കാൻ വന്നാലും ഒരു രക്ഷയില്ല, ഇവിടെ ഇങ്ങനെ തന്നെ കിടക്കുക. ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറൻ പ്രദേശത്ത് അനധികൃതമായിട്ട് എല്ലായിടവും ഷട്ടർ. ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആലുമൂട് ഷട്ടർ, ഇല്ലിക്ക പാലത്തിങ്ക ഷട്ടർ, നിരവധി ഷട്ടറുകൾ ഇട്ടിരിക്കുകയാണ്. ഈ ഷട്ടറുകൾ ഇട്ടിരിക്കുന്നത് കൊണ്ട് വെള്ളം പല രീതിയിലോട്ട് പോകണില്ല. ഒരു പ്രദേശത്തായിട്ട് മാത്രം കേന്ദ്രീകരിക്കുകയാണ്. എല്ലാ റോഡുകളും പൊക്കിയപ്പോൾ പടിഞ്ഞാറൻ പ്രദേശം അതാണ് ഏറ്റവും വലിയ വെള്ളക്കെട്ടിലേക്ക് വരുന്നത്. ഷട്ടറാണ്. ഏതെങ്കിലും ഒരു മഴക്കാലത്ത് മാത്രം പ്രശ്നമല്ല എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. എല്ലാ മഴക്കാലത്തും കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയുടെ അവസ്ഥ ഇത് തന്നെയാണ്. മെയിൻ പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് കോട്ടയം കഴിഞ്ഞാൽ കുമരം പോണ വഴി, 2 തിരുവാർപ്പിനോട് വഴിയിൽ നിന്ന് എറണാകുളമൊക്കെ പോകേണ്ട റൂട്ട്. പക്ഷേ ഈ ഇല്ലിക്ക കവലയിൽ മഴ തുടങ്ങിയാൽ ഒറ്റ ദിവസം കൊണ്ടായി വെള്ളം വന്നു. ഇന്നലെ രാത്രി കൊണ്ട് വന്നു. ഇന്നലെ ഇവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഒരു മഴ ഒന്ന് ശക്തമായി പെയ്തു കഴിഞ്ഞാൽ അത് ഈ പ്രദേശം മുഴുവനുമായിട്ട് ഈ വെള്ളക്കെട്ട് അതിരൂക്ഷമാകും. പ്രത്യേകിച്ച് കിഴക്കൻ മേഖലയിൽ ഒരു മഴ നിന്ന് പെയ്ത് കഴിഞ്ഞാൽ, ഒരു 2-3 മണിക്കൂർ മഴ നിന്ന് പെയ്ത് കഴിഞ്ഞാൽ അതിന് പൂർണ്ണമായി വെള്ളം മീനച്ചിലാറിലൂടെ മണിമലയാറിലൂടെയൊക്കെ എത്തുന്നത് ഈ കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയാണ്. അതാണ് ഏറ്റവും കൂടുതൽ രൂക്ഷമായൊക്കെ തന്നെ ബാധിക്കാറുള്ളത്. എന്തായാലും ഈ പാല ഉൾപ്പെടെയുള്ള ഈരാറ്റുപേട്ട ഉൾപ്പെടെയുള്ള ഇന്നലെ ഏറ്റവും ആശങ്കയിൽ നിന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളം ഇറങ്ങി തുടങ്ങി എന്നത് ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ്. ജില്ലയിലെ ഒരു പൊതുസ്ഥിതി പറയുകയാണെങ്കിൽ ആകെ 35 ക്യാമ്പാണ് പ്രവർത്തിക്കുന്നത്. അതിലാകെ 824 പേർ 35 ക്യാമ്പുകളിലായി ജില്ലയിലെ വിവിധയിടങ്ങളിലൊക്കെ തന്നെ കഴിയുന്നുണ്ട്. അതിനൊപ്പം തന്നെ രാത്രികാല ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിൽ ഈ രാത്രികാല യാത്രയ്ക്കുൾപ്പെടെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കൊക്കെ തന്നെ ഇല്ലിക്കൽ കല്ല്, മാർമല അരുവി, ഇലവിഴ, പൂഞ്ചിറ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കൊക്കെ തന്നെ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴയാണ്, എപ്പോൾ വേണമെങ്കിലും പെയ്യാം. ആ തരത്തിലുള്ള ജാഗ്രത എല്ലാവരും പാലിക്കേണ്ടതായിട്ടുമുണ്ട്.